അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ഇലകളുടെ കളർ രഹസ്യവും അഗ്ലോണിമ പ്ലാന്റ്സിന് കൊടുക്കേണ്ട വളങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വാച്ച് ചെയ്യണേ. ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ നാട്ടിൻപുറങ്ങളിലും പട്ടണങ്ങളിലും ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് അഗ്ലോണിമ പ്ലാന്റ്. ഇത് നാടൻ ഇനത്തിലുണ്ട്, അതുപോലെ തന്നെ ഹൈബ്രിഡ് ഇനത്തിലും 1000-ലധികം വെറൈറ്റികൾ ഇന്ന് നഴ്സറിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ചില വീട്ടിലൊക്കെ എത്രത്തോളം ഉണ്ടാവും കേട്ടോ, 1000-ലധികം ഒക്കെ അഗ്ലോണിമ കളക്ഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് കൊടുക്കേണ്ട പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ് ആദ്യം തന്നെ ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഈ ചെടിക്ക് കൊടുക്കേണ്ട സൺലൈറ്റിനെ കുറിച്ചാണ്. ഈ ചെടിക്ക് ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റാണ് കൊടുക്കേണ്ടത് കേട്ടോ. അല്ലാതെ നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ ഒരിക്കലും വെക്കാൻ പാടില്ല. ഡയറക്റ്റ് സൺലൈറ്റ് നല്ല മിതമായ സൺലൈറ്റിൽ, ഒരു കുറച്ച് ചൂടുള്ള സ്ഥലത്തും വെക്കരുത്. അപ്പം ബ്രൈറ്റ്, അതായത് സൺലൈറ്റ് ഇവർക്ക് കിട്ടണം, പക്ഷേ ഇവർ അറിയാത്ത രീതിയിൽ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ സൺലൈറ്റ് കൊടുക്കേണ്ടത്. അതായത് ബ്രൈറ്റ് കുറച്ച് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ നമ്മൾ വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ രണ്ടാമത്തത് എന്നാൽ വാട്ടറിങ് കേട്ടോ. വാട്ടറിങ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഈ ചെടിക്ക് നമ്മൾ ഈ പോട്ടിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിലൊന്നും നമ്മൾ ഈ ചെടി നനച്ചു കൊടുക്കാൻ പാടില്ല. നമ്മളൊന്ന് വിരൽ വെച്ചിട്ട് മണ്ണ് ഡ്രൈ ആകാൻ നോക്കിയിട്ട് മാത്രം നമ്മൾ നനച്ച് കൊടുത്താൽ മതി. എപ്പോഴും നനയ്ക്കണമെന്നൊന്നുമില്ല. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഈ ചെടിയെ നമ്മൾ എന്ത് ചെയ്യണോ, നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്യാൻ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് വെള്ളം ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇവർക്ക് നല്ല ഒരു ഈർപ്പം കിട്ടുകയും ചെയ്യും. ഇലകൾക്കൊക്കെ നല്ലൊരു ഫ്രഷായി നിൽക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ മഴക്കാലത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മഴക്കാലത്തൊക്കെ കുറച്ച് നേരം നമ്മളൊന്ന് മുറ്റത്തേക്ക് ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ, മഴയത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ മഴവെള്ളം ഇവർക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. എടുത്ത് പറഞ്ഞ് ശ്രദ്ധിക്കേണ്ടത് ഇവർക്ക് കൊടുക്കേണ്ട പോട്ടി മിക്സാണ് കേട്ടോ. പോട്ടി മിക്സ് നന്നാൽ മാത്രമേ ചെടികൾ നന്നായിട്ട് ഇതുപോലെ ബേബി പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് തിക്കായിട്ട് വളരുള്ളൂ കേട്ടോ. ഞാൻ നട്ടിട്ട് ബേബി പ്ലാന്റ്സ് വരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ നട്ടിട്ട് ഉണങ്ങിപ്പോകുന്നേ, അല്ലെങ്കിൽ എൻ്റെ ചെടികൾ വളരുന്നില്ല ഒന്നും പറയരുത്. ഒരു പോട്ടിൽ നിൽക്കുന്ന ചെടി കണ്ടില്ല, ഇത്രത്തോളം നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ലൊരു പോട്ടി മിക്സിലാണ് ചെയ്യേണ്ടത്. മണ്ണ്, മണൽ, ചാണകപ്പൊടി, നമുക്ക് ബെർമി കമ്പോസ്റ്റ് കൊടുക്കുക, ഉമി ആഡ് ചെയ്യുക, അതുപോലെ തന്നെ എല്ലുപൊടി നമുക്കിടാം, അതുപോലെ കടലപ്പിണ്ണാക്ക്, ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നല്ലൊരു സാഫും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ഫംഗിസൈഡുള്ള സാഫും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു പോട്ടി മിക്സിൽ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചെടിക്ക് യാതൊന്നും സംഭവിക്കില്ല. നല്ല രീതിയിൽ നമുക്ക് അഗ്ലോണിമ പ്ലാന്റ്സ് വളർത്താൻ പറ്റും കേട്ടോ. അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചാണകപ്പൊടിയിൽ നമുക്കറിയാം എന്തുണ്ട്, നൈട്രജൻ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലാണ് ചാണകപ്പൊടിയിൽ അല്ലേ. അതുപോലെ തന്നെ എല്ലുപൊടിയിൽ നമുക്ക് ഇതിലുള്ള ന്യൂട്രിയൻസ് അധിക കാലം നമുക്ക് നിൽക്കും കേട്ടോ. അതുമല്ല ഫോസ്ഫറസും കൂടുതലാണ് നമ്മുടെ എല്ലുപൊടിയിൽ. പിന്നെ നമുക്ക് കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത് എന്തെങ്കിലും ഒരു ഫംഗൽ ഇൻഫെക്ഷൻ, അതായത് ഫംഗൽ പ്രശ്നം തടയാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കടലപ്പിണ്ണാക്കും കൂടി ഇതിൻ്റെ ഒരു പൊടി നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉമി, അതുപോലെ തന്നെ മണൽ നമ്മൾ കൊടുക്കുമ്പോൾ, മണ്ണൊക്കെ കൊടുക്കുമ്പോൾ പോട്ടി മിക്സ് നല്ലൊരു വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള പോട്ടി മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പോട്ടി മിക്സ് നമുക്ക് നനയ്ക്കുന്ന സമയത്തൊക്കെ നല്ല ചട്ടിക്ക് നല്ല എന്താ പറയുക, നീർവായി അത് വെള്ളം വാർന്നു പോകുന്ന ഡ്രൈനേജ് ഹോൾസ് ഉള്ള ചട്ടിയും കൂടി എടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ആ ഡ്രൈനേജ് കൂടെ താഴെ വരുന്നതെന്ന് നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെയൊക്കെ നോക്കിയാലേ നമുക്ക് അഗ്ലോണിയം പ്ലാന്റ്സിനെ കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇതിന് കൊടുക്കേണ്ട വളങ്ങളാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. ഇലകളുടെ രഹസ്യം ഞാൻ പിന്നീട് പറയാം. വളം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ നമ്മൾ കൊടുക്കേണ്ട വളം ആദ്യം നമുക്ക് ജൈവ വളങ്ങളാണ് കൊടുക്കാം. ജൈവ വളങ്ങളും ഇതിന് രാസവളം കൊടുക്കട്ടോ. ജൈവ വളങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത് കടലപ്പിണ്ണാക്ക്, അതുപോലെ തന്നെ പിന്നെ എല്ലുപൊടി, അതുപോലെ തന്നെ ചാണകപ്പൊടി, അതുപോലെ നമുക്ക് ഉള്ളിത്തോട് അല്ലെങ്കിൽ കോഴിമുട്ടത്തിൻ്റെ തോടൊക്കെ പൊടിച്ചിട്ട് ഉള്ളിത്തോലും വെള്ളത്തിലിട്ടിട്ട് നമുക്കത് ഡൈലൂട്ട് ചെയ്യുക. അതുകൂടാതെ നമുക്ക് കോഴിമുട്ടൻ്റെ തോടൊക്കെ പൊടിച്ചിട്ട് നമുക്കത് ഇട്ട് കൊടുക്കട്ടെ മിക്സിയിൽ. കോഴിമുട്ടയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾ കണ്ടതാണ്. കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന കേട്ടോ.
അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുക. പിന്നെ ജൈവ വളങ്ങൾ കൊടുക്കാവുന്ന DAP നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. DAP കൊടുക്കുമ്പോൾ നമുക്ക് ആ ചട്ടിയുടെ മണ്ണിൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു ഹോൾസ് വിരലോണ്ട് മണ്ണ് നമുക്ക് ചെറിയൊരു ഹോൾസ് പോലാക്കിയിട്ട് അതിലേക്ക് നമുക്ക് വെളുത്ത തരികളാണ് കേട്ടോ DAPയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു DAP ഒക്കെ ഒരുപാട് ആൾ കണ്ടിട്ടോ. അപ്പോൾ ആ ഒരു പിന്നെ അതിട്ട് കൊടുക്കുക. നമുക്ക് NPK നമുക്ക് സ്പ്രേ ബോട്ടിലായിട്ട് ഇതിൻ്റെ ഇലകൾക്കൊക്കെ നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് അഗ്ലോണിമ പ്ലാന്റ്സിനൊക്കെ കൊടുത്താൽ നല്ലതാണ് കേട്ടോ. ഇലകളുടെ ഗ്രോത്തിനും തിളക്കത്തിനൊക്കെ നല്ലതാണ്. അതുകൂടാതെ നമുക്ക് ബോൺ 19 കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വാസാക്കോട്ട ഫെർട്ടിലൈസർ അത് നമ്മൾ DAP ഇടുമ്പോൾ തന്നെയാണ് ഇത് മണ്ണിങ്ങനെ കുറച്ച് നീക്കിയിട്ട് ചട്ടിയിൽ നമുക്ക് ഇട്ട്, അല്ലെങ്കിൽ പോട്ടിമിക്സിനകത്ത് നമുക്ക് പോട്ടിമിക്സ് ആക്കുന്ന സമയത്ത് നമുക്ക് വാസാക്കോട്ട ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കാം. അതൊക്കെ സ്ലോ റിലീസിങ് ഫെർട്ടിലൈസറാണ് കേട്ടോ വാസാക്കോട്ട DAP ഒക്കെ. അപ്പം മറ്റേത് NPK ഒക്കെ നമുക്ക് വേഗം NPK 19 ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെടികൾക്ക് എഫക്റ്റ് ആകുന്ന നല്ല വളം കിട്ടുന്ന ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് SM സോൾട്ട് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ജൈവവളങ്ങളും അതുപോലെ തന്നെ നമുക്ക് രാസവളങ്ങളൊക്കെ കൊടുത്താൽ തന്നെ നമ്മുടെ ഈ ഒരു ചെടി ഇത്രത്തോളം ഗ്രോത്ത് ആയിട്ട് നല്ല ബുഷിയായിട്ടൊക്കെ നിൽക്കുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു രഹസ്യം, ഇലകൾക്കൂടെ രഹസ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലകൾക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെച്ചാൽ മാത്രമാണ് നമ്മുടെ ഇലകളിലുള്ള ആ റെഡ് പനാമ അതെങ്കിൽ പിന്നെ റെഡ് അഗ്ലോണിമയിലൊക്കെ റെഡ് കിട്ടണമെങ്കിൽ പിങ്ക് കളറുള്ള ഇതിൽ പിങ്ക് കിട്ടണമെങ്കിലൊക്കെ തന്നെ നമുക്ക് അത് കുറച്ച് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെക്കുക. അങ്ങനെ വെച്ചാലും പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം വെള്ളം സ്പ്രേ ചെയ്ത് ഇലകൾക്ക് നല്ല കളറിയും കിട്ടും. കാര്യമായിട്ട് ഇലകൾക്ക് കളർ കിട്ടണമെങ്കിൽ കുറച്ചൊരു അത് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ കൊണ്ടുപോയി വെച്ചാൽ മാത്രമേ ഇലകൾക്ക് കളർ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇൻഡോറിലൊക്കെ വെക്കുന്ന ചെടികളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണോ, നന്നായിട്ട് ഇലകളൊക്കെ നല്ലൊരു കോട്ടൻ്റെ തുണി വെള്ളത്തിൽ മുക്കിയിട്ടോ അല്ലെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ വെള്ളത്തിൽ മുക്കിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഇതൊക്കെ ആക്കിയിട്ട് നമുക്കൊന്ന് തൊടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇലകൾക്കൊക്കെ നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താലാണ് നമ്മുടെ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.